ക്രിസ്മസിന്റെ ദിവസം കേക്കുമായിട്ട് കൊണ്ടുപോകുന്ന നാടകത്തിനപ്പുറം വലിയ നാടകമുണ്ട്. ആ കേക്കിനോട് അല്പസ്വല്പം നീതി ഉണ്ടെങ്കിൽ കാണിക്കേണ്ടിയിരുന്ന ഈ സംഭവം ഉണ്ടായതിന് അന്ന് തന്നെ ഈ സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാക്കുകയും ഇവരുടെ ജയിലിൽ വിടുവല്ലേ വേണ്ടത്? ഞങ്ങളാണോ ജാമ്യം നടത്തുന്നത്? അവരുടെ മോചനത്തിന് വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തുന്നത് പാർലമെന്റിൽ പറയുന്നത് മുഖ്യമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കത്ത് കൊടുക്കുന്നത് നാടകമാണെന്ന് പറഞ്ഞാൽ അത് പറയാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ പറയാൻ ഞാനിപ്പോൾ സഭയെ ഒന്നും കുറ്റപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. ക്രൈസ്തവ സമൂഹം അവരെല്ലാ കാലത്തും രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും രാജ്യത്തിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടി സഹായിച്ചവരാണ്, നിലകൊണ്ടുള്ളവരാണ്. പക്ഷേ ആരെങ്കിലും ഒറ്റപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധരിപ്പിക്കുന്നവരെ കൂടി കണ്ണു തുറപ്പിക്കുന്നതാണ് ഈ സംഭവങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സംഘപരിവാർ സംവിധാനങ്ങളുമായി നേരത്തെ ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടത്തിയ സഭാ നേതൃത്വം ഈ വിഷയത്തോടെ പുനർചിന്തനം നടത്തണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുമോ? അല്ല, അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഭാ നേതൃത്വത്തെക്കുറിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവേണ്ട കാര്യമില്ല കോൺഗ്രസിന്. കാരണം ഞങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ സഭയിലെ അംഗങ്ങൾക്കെല്ലാം അവർക്കൊക്കെ അവരുടെ രാഷ്ട്രീയം ഉണ്ടാവും, ഓരോരാൾക്കും രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷെ കൃത്യമായിട്ടും BJPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്കെതിരാണ് എന്നുള്ളത് അവർ പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതാണ്. അത് കർണാടകത്തിൽ കൺവെർഷൻ ബില്ല് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, മണിപ്പൂരിൽ നമ്മൾ കണ്ടതാണ്, അപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ടതാണ്. അത് ഇവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാർക്ക് മനസ്സിലാക്കാതിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അമിത്ഷാ ഇടപെടുന്ന ഒരു സാഹചര്യം ഇവർക്ക് ഇത്തരത്തിൽ കേസിൽ അല്ല ഇടപെടുന്ന സാഹചര്യം വരികയാണ്. കേരളത്തിൽ MP-മാരടക്കം പോയി സന്ദർശിക്കുകയാണ് അമിത്ഷാ. അങ്ങനെ അല്ല, സന്ദർശിക്കുകയല്ല. കാരണം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്ന അന്നു മുതൽ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ അമിത്ഷായ്ക്ക് കത്തെഴുതി. ആദ്യത്തെ ദിവസം സംഭവം ഉണ്ടായോടെ ഞാൻ ആദ്യം എഴുതിയത് അമിത്ഷായ്ക്കാണ് കത്തെഴുതിയത്. 7 ദിവസം കഴിഞ്ഞു ആ കത്തെഴുതി കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിച്ചു. ഞങ്ങളുടെ ഒരു MP-മാരുടെ സംഘത്തെ അവിടത്തേക്ക് അയച്ചു. കേന്ദ്രത്തിൽ പിന്നെ ഞങ്ങളുടെ 4 MP-മാരുടെ സംഘത്തെ ഞങ്ങൾ നേരിട്ട് അയച്ച് ഞങ്ങളുടെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേലും അവരുമായി ജയിലിൽ പോയി. മുഖ്യമന്ത്രി അവർ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചു. MP-മാരുടെ സംഘം ഞങ്ങളിങ്ങനെ AICC നിശ്ചയിച്ചതനുസരിച്ചുള്ള സംഘമാണ് വരുന്നത് എന്ന് കണ്ട് അഭ്യർത്ഥിച്ചു. ഇത് കഴിഞ്ഞ ശേഷം പാർലമെന്റിലെ കഴിഞ്ഞ എല്ലാ ദിവസവും ഞങ്ങൾ പുറത്ത് സമരം, അകത്ത് ഈ വിഷയം ഉന്നയിക്കും. പുറത്ത് സമരം നടത്തുകയും ചെയ്യും, അകത്ത് ഉന്നയിക്കുകയും ചെയ്യും. ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തീരുമാനമെടുക്കേണ്ടതല്ലേ? ഇതിപ്പം സത്യത്തിൽ ജാമ്യത്തിന് മെച്ചൂറായിക്കൊണ്ടിരിക്കുകയല്ലേ. 7 ദിവസത്തിനപ്പുറം എന്ത് കാര്യം പറഞ്ഞിട്ടാണ് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ കത്തിരുത്തുക? അവർക്ക് തലയൂരണം, അവർക്ക് തലയൂരേണ്ട അവസ്ഥയായില്ലേ? അല്ലാതെ ഇതിനകത്ത് ഔദാര്യമാണ്, ആരുടെയും ഇടപെടലാണോ ഇപ്പം നടത്താൻ വേണ്ടി പോകുന്നത്? എന്തിടപെടലാണ്? ഒരു കാരണവുമില്ലാതെ, ഒരു കുറ്റവും ചെയ്യാതെ ഇത്രയും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചേർത്ത് അവരെ ജയിലിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഇടപെട്ടിട്ടങ്ങ് വിടാൻ പോകുന്നു പറഞ്ഞാൽ എന്തിടപെടലാണ്? അവർക്ക് സത്യത്തിൽ അവരോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയാണ്. ന്യായമായിട്ടും അവർ സ്വാഭാവികമായിട്ടും ജാമ്യത്തിന് അർഹതയുള്ളവരായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ തന്നെ അവരുടെ ജാമ്യത്തിൽ കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇത്തരം വകുപ്പുകൾ ചേർക്കേണ്ട കാര്യമില്ല. ആ വകുപ്പുകൾ മാറ്റി എഴുതാനും ജാമ്യം കൊടുക്കാനും പറഞ്ഞ് ആ കോടതിയിൽ തന്നെ ജാമ്യം കിട്ടുമായിരുന്നു. ആ കോടതി പറഞ്ഞു ഇത് NIA കോടതി എടുക്കേണ്ട കേസാണ്, അങ്ങോട്ട് മാറ്റുന്നു, അതിന് 3-4 ദിവസം ചിലവഴിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഡിലേ ടാക്ടിക്സ് ആയിരുന്നു. എന്തായാലും ഞങ്ങളെല്ലാവരും ഈ നാട്ടിലെ രാഷ്ട്രീയ വ്യത്യാസം തന്നെ, ജാതിമത വ്യത്യാസം തന്നെ ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി അവരെ ജയിലിൽ നിന്ന് വിടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് രാജ്യം മുഴുവൻ. ഇത് കേൾക്കാൻ അവർക്ക് തയ്യാറാവുമെങ്കിൽ അവർ തയ്യാറാവണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത്രേ ഉള്ളൂ. രാഷ്ട്രീയ നാടകം കളിക്കുകയാണ് ഛത്തീസ്ഗഡിലെത്തി ജയിലിന് പുറത്തൊക്കെ. അങ്ങനെയാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. അങ്ങനെ രാഷ്ട്രീയ നാടകമാണ്. ഇടതംഗങ്ങളാകട്ടെ കോൺഗ്രസിന്റെ പ്രതികളാകട്ടെ അവിടെ പോയിരുന്നു. അല്ല, ഞാൻ നാടകം നടത്തിയത് ആരാണ് കേരളത്തിൽ നിന്ന് ഇപ്പം ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ക്രിസ്മസിന്റെ ദിവസം കേക്കുമായിട്ട് കൊണ്ടുപോകുന്ന നാടകത്തിനപ്പുറം വലിയ നാടകമുണ്ടോ? ആ കേക്കിനോട് അല്പസ്വല്പം നീതി ഉണ്ടെങ്കിൽ കാണിക്കേണ്ടിയിരുന്ന ഈ സംഭവം ഉണ്ടായതിന് അന്ന് തന്നെ ഈ സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാക്കുകയും ഇവരുടെ ജയിലിൽ വിടുവല്ലേ വേണ്ടത്? ഞങ്ങളാണോ ജാമ്യം നടത്തുന്നത്? അവരുടെ മോചനത്തിന് വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തുന്നത് പാർലമെന്റിൽ പറയുന്നത് മുഖ്യമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കത്ത് കൊടുക്കുന്നത് നാടകമാണെന്ന് പറഞ്ഞാൽ അത് പറയാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ പറയാം. സംഘപരിവാറിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന കാസ പോലെയുള്ള സംഘടനകൾ ഇപ്പോഴും ഈ ക്രിസ്തീയ സമൂഹത്തിലുണ്ട്. അവരോടൊക്കെ എന്താണ് കോൺഗ്രസിന് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. ഒരു പാർട്ടിയുടെ വിശ്വാസ്യതയും അവരുടെ പ്രവർത്തനവും
എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവരുടെ ഐഡിയോളജിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. BJPയുടെയും സംഘപരിവാറിൻ്റെയും ഐഡിയോളജി എവിടെയാണ്? എന്താണ് അവരുടെ പ്രത്യയശാസ്ത്രം? അവരുടെ പ്രത്യയശാസ്ത്രം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓരോ ദിവസവും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രത്യയശാസ്ത്രത്തിനപ്പുറം വിട്ട് താൽക്കാലികമായി വോട്ടിന് വേണ്ടി വരുന്ന ആളുകൾ അവർ വോട്ടിന് വേണ്ടി മാത്രം വരുന്നതാണ് എന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും നമുക്ക് കഴിയുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.